ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 3 ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മുടെ വീട്ടിലുള്ള എലികളെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തുരത്താനും കൊല്ലാനുമുള്ള ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിതേ ഒരു ആട്ടപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഈ ആട്ടപ്പൊടി കുറച്ചിട്ട് കൊടുക്കണേ. ആട്ടപ്പൊടി വെച്ചിട്ടെന്ന് വെച്ചാൽ ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ ഒക്കെ പഴയതാണെങ്കിലും കുഴപ്പമില്ല, അതെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് എലികളെ നമുക്ക് വീട്ടിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഓടിക്കാനുള്ള ടിപ്സാണ് കേട്ടോ. ഗോതമ്പൊടി എടുക്കുമ്പോൾ 1 സ്പൂണോ 2 സ്പൂണോ ഗോതമ്പൊടി എടുത്താൽ മതി. അവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇടികല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരല്പം പെരിഞ്ചീരകം ഇടണം. പെരിഞ്ചീരത്തെ നന്നായിട്ട് നമ്മൾ ചതച്ചെടുക്കണം കേട്ടോ. ചതച്ചാൽ മാത്രം മതി, അരച്ച പരുവത്തിനൊന്നും എടുക്കേണ്ട. അത് ഈ തരി പോലെ കടിക്കുന്ന പരുവത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് 2-3 പ്രാവശ്യം ഇടികല്ലിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക്, നമ്മൾ നേരത്തെ ഗോതമ്പൊടി എടുത്തില്ല, അതേ ആ പാത്രത്തിലേക്ക് തന്നെ ഇടുവാണേ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം മതി, അതാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ സ്ഥലങ്ങളിലായിട്ട് വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂട്ടി എടുത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് അടുത്ത ഐറ്റംസ് ആയിട്ട് ചേർക്കാനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അടിച്ചിട്ടതാണ്. ഇനി നമുക്ക് ചേർക്കേണ്ടത് കർപ്പൂരമാണ് കേട്ടോ. അപ്പോൾ കർപ്പൂരം കണ്ടോ, പൂജ കർപ്പൂരം. പക്ഷേ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, ഇത് പൊടി പോലെ കൈകൊണ്ട് പൊടിച്ചാൽ പൊടിയോ എന്നറിയില്ല. നമുക്കിതിനൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി അകത്തെ കവറും കൂടി പൊട്ടിച്ചെടുക്കണം കേട്ടോ, അത് സീലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് കീർപ്പറിച്ചെടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു കർപ്പൂരമാണ്, ഒരു കർപ്പൂരം എടുത്തിട്ടുണ്ട്. ഇതിനെ പൊടിച്ചെടുക്കണം. കൈ കൊണ്ട് ഒടിച്ച് നോക്കട്ടെ. തിരുമിയ ചില കർപ്പൂരങ്ങൾ നമ്മൾ തിരുമുമ്പോൾ വരും, ചിലത് വരത്തില്ല. അപ്പോൾ കൈ കൊണ്ട് ഒടിച്ചിട്ട് ശരിയാവുന്നില്ല കേട്ടോ. ഇത് രണ്ടായിട്ട് ഒടിഞ്ഞു എന്നല്ലാതെ നമ്മുടെ പൊടി തരി പോലെ കിട്ടുന്നില്ല. അത് കുഴപ്പമില്ല, നമുക്കൊരു വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ഈ കവർ കണ്ടോ, ഈ കവറിൻ്റെ അകത്തേക്ക് നമ്മളൊരു കർപ്പൂരം ഇട്ടിട്ട് നമ്മുടെ ഇടികല്ലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് ഇടിച്ചാൽ മതി, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. പിന്നെ നമുക്കിതിനെ ഒന്ന് എടുത്തിട്ട് നേരെ നമ്മൾ ഈ പൊടി ഉണ്ടല്ലോ, പെരിഞ്ചീരകവും ഗോതമ്പും കൂടിയുള്ള ആ മിക്സ് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിന് ഒരു കുഴപ്പമുണ്ട് കേട്ടോ, നമ്മുടെ കർപ്പൂരത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പൊടി പോലെ ആയി കിട്ടിയില്ല കേട്ടോ. ചെറിയ കട്ടകൾ പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അത് മതി. അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ എപ്പോഴും കർപ്പൂരം ശ്രദ്ധിച്ച് വാങ്ങി. ഈ നീളം കർപ്പൂരം അത്ര സുഖമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കർപ്പൂരം ഇതിനകത്തിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ഒരു സ്പൂണോ 1.5 സ്പൂണോ വിനെഗർ, ആ പൊടിയുടെ അളവനുസരിച്ച് വിനാഗിരി ചേർത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു മാവ് നമ്മൾ കുഴയ്ക്കത്തില്ലേ ചപ്പാത്തി മാവിനൊക്കെ, അതുപോലെ ഉണ്ടപ്പരുവത്തിൽ കിട്ടാവുന്ന തരത്തിലേക്ക് വേണം കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ പാകത്തിനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള നമുക്ക് എലികളെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. കംപ്ലീറ്റ് എലികൾ പോവും. ഇത് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഈ ചക്കക്കുരു വെച്ചിട്ടുള്ള രണ്ടാമത്തെ ടിപ്പാണ്. ചക്കക്കുരു വെച്ചിട്ടുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലികൾ ചത്തുപോകും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇടികല്ലിലേക്ക് തന്നെ നമ്മുടെ ഒരു കഷ്ണം ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇത് എന്തുമാത്രം പൊടിഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്കിതിൻ്റെ പുറമേ ഉള്ള ആ ഒരു വൈറ്റ് കളറിലെ കോട്ടിങ് ഉണ്ടല്ലോ ചക്കക്കുരുവിൻ്റെ, അതെടുത്ത് മാറ്റിയേക്കണം കേട്ടോ. കാരണം അതെങ്ങാനും വന്നിട്ട് ആദ്യം നമ്മുടെ എലി കഴിക്കുമ്പോൾ അതാണ് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ എലി പിന്നെ ബാലൻസ് കഴിക്കാതെ പോയി കളയും. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് തൊണ്ടെടുത്ത് മാറ്റുന്നത്. ഇനി നമുക്കിതിനെ കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കുക. അത് പൊടി ഒത്തിരി പൊടിഞ്ഞില്ലെങ്കിലും കുറച്ച് പീസസ് അല്ലാണ്ട് കിടക്കുന്ന തരത്തിലേക്ക് ആക്കണം. ചെറിയ പീസസ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആട്ടപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. പിന്നെ ഇതിനകത്ത് വേറെ ഐറ്റംസുകളൊക്കെ കൂടി ചേർക്കാറുണ്ട് കേട്ടോ. എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ സൂപ്പറായിട്ട് നമ്മുടെ വീട്ടിലുള്ള എലികളെയൊക്കെ കൊല്ലാൻ സാധിക്കുന്നൊരു ടിപ്പാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുവാണ് കേട്ടോ. ഇനി നല്ലപോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് വെള്ളം പോലെ ആയിപ്പോരും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലത്തെ ആ ഒരു പരുവം അത് കേട്ടോ. തിക്കായിട്ടൊരു ബോളാക്കിയൊക്കെ എടുക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് മതി. ഇനി നമുക്കിതിലോട്ട് അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനം തന്നെയാണല്ലോ, നമ്മുടെ മുളക് പൊടി.
നമുക്ക് മുളക് പൊടി ഒരു അല്പം മതി കേട്ടോ, ഒത്തിരി വേണ്ട. നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പോരെങ്കിൽ നമുക്ക് ചുറ്റും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് പൊടി എന്ന് പറഞ്ഞ സാധനം ചക്കക്കുരു കയറുമ്പോൾ ആ ഗ്യാസ് മുളക് പൊടി ആകുമ്പോൾ എരിവും കൂടിയാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എലികൾ ചത്തുപോകും. പിന്നെ നമ്മൾ ഈ ടിപ്സൊക്കെ ചെയ്യുമ്പോൾ വെക്കുന്നതിൻ്റെ സൈഡിൽ പാത്രത്തിൽ വെള്ളമോ വേസ്റ്റോ ഒന്നും വെക്കരുത് കേട്ടോ. ഫുൾ ക്ലീനാക്കിയ കിച്ചണിലായാലും പുറത്തായാലും എവിടെയാണോ നിങ്ങൾ വെക്കുന്ന ആ പരിസര പ്രദേശങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇട്ടതിന് ശേഷം ഇത് കൊണ്ട് അവിടെ വയ്ക്കുവാണെങ്കിൽ വന്ന് കഴിക്കുകയുള്ളൂ. അല്ലാണ്ട് കുറച്ച് വേസ്റ്റിൻ്റെ സൈഡിൽ കൊണ്ട് ഇത് വെച്ചാൽ ഒരിക്കലും എലികൾ വന്ന് കഴിക്കില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനെ നന്നായിട്ട് കുഴച്ച് ഈ ഒരു പരുവത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാധനം മതി നമ്മുടെ വീട്ടിലുള്ള എലികൾ കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടെന്ന് വെച്ചാൽ ഈ ചക്കക്കുരുവും മുളക് പൊടിയും കൂടി ചെല്ലുമ്പോൾ അതിൻ്റെ വയറൊക്കെ ഒരു അവസ്ഥയിലോട്ട് എത്തും. വെള്ളം കിട്ടാതെ വരുമ്പോൾ അത് ചത്തും പോകും കേട്ടോ. അടുത്ത ടിപ്പ്, മൂന്നാമത്തെ ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലോട്ട് അടുത്ത സംഭവം നമ്മൾ ചേർക്കാൻ പോകട്ടോ. വളരെ യൂസ്ഫുള്ളാണ്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര റിസൾട്ടാട്ടോ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തുരത്താൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടൊരു കർപ്പൂരം എടുത്തിട്ടുണ്ട്. നമ്മൾ കർപ്പൂരം ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കുക, നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ തരികളുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ റൗണ്ടിലെ ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞ സൈസ് കർപ്പൂരം മേടിക്കുകയാണ് നല്ലതായിരിക്കും. നമ്മളിങ്ങനെയൊക്കെയുള്ള ടിപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേ. ഇത് ഞാൻ സപ്ലൈക്കോയിൽ നിന്ന് വാങ്ങിച്ചതാണേ. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് ഒരു സുഖമില്ല, പൊടിഞ്ഞ് കിട്ടുന്നില്ല നന്നായിട്ട്. അപ്പം ഞാൻ നന്നായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിച്ച് ഈ അരിയുടെ അകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, അരി ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിത് കുറച്ചെടുത്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ചേർത്ത് മിക്സാക്കി വരുമ്പോൾ നല്ല അടിപൊളി സ്മെല്ല് കൊടുക്കുമ്പോൾ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കർപ്പൂരത്തിൻ്റെയൊക്കെ. അപ്പോൾ ഇതിനകത്തൊരു അല്പം മുളക് പൊടിയും കൂടി ഞാൻ അരിയുടെ അകത്തോട്ട് ഇട്ടിരിക്കുക. നമ്മൾ കർപ്പൂരം എപ്പോഴും ചേർത്ത് കൊടുത്തിട്ടില്ല. അരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇത് എവിടെയാണോ വെച്ച് കൊടുക്കേണ്ട ആ ഭാഗത്തൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലികളെ തുരത്താൻ സാധിക്കും. അപ്പം ഈ കർപ്പൂരം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചരിയുടെ അകത്തിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കർപ്പൂരം ചതച്ചതും കൂടി ഇടുവാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു മിക്സ് മാത്രം മതി കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള എലികളെ തുരത്താൻ സാധിക്കും. അപ്പോൾ ഞാൻ ആ കർപ്പൂരത്തിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് പൊടിഞ്ഞ് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ പൊടിച്ചിട്ട് ഇതെല്ലാം കൂടിയാണ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. മുളക് പൊടി എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല എരിവുള്ള മുളക് പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി മുളക് പൊടി എല്ലാം എരിവ് കുറവാണെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടി എടുത്താലും മാത്രം മതി. അങ്ങനെയാകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് കഴിക്കുകയും എരിവും പുകച്ചിലും ഒക്കെ ആയിട്ട് ആകെ എലിക്ക് അസുഖങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ വെപ്രാളവും പരവേശവും ഒക്കെ ആകും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോസ്. ഈ 3 ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ടിപ്സുകളായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.